ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷം ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തെ, അതായത് UDF-നെ നയിക്കുന്ന കോൺഗ്രസ്, അതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് ഇതിനോടകം തന്നെ രൂപം നൽകിയിരിക്കുന്നത്. 4 മേഖലാ ജാഥകളാണ് KPCC സംഘടിപ്പിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിക്കും, മറ്റൊന്ന് കാസർഗോഡ് നിന്നും ആരംഭിക്കും, ബാക്കി 2 എണ്ണത്തിൽ ഒരെണ്ണം പാലക്കാട് നിന്നും മറ്റൊന്ന് മൂവാറ്റുപുഴയിൽ നിന്നുമാണ് ആരംഭിക്കുക. ഈ 4 ജാഥകളും പന്തളത്താണ് സമാപിക്കുന്നത്. കോഴിക്കോടെയും കാസർഗോഡെയും പാലക്കാടെയും ജാഥകൾ ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ K. മുരളീധരന്റെ നേതൃത്വത്തിലാണ് ജാഥ നടക്കുന്നത്. ഈ ജാഥ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പാലക്കാട് നിന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം മുതിർന്ന നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് ജാഥ നയിക്കുന്നത്. ഈ ജാഥ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA ആണ്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിക്കുന്ന 3ാമത്തെ ജാഥ, അത് നേതൃത്വം കൊടുക്കുന്നത് UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശാണ്. വൈകിട്ടാണ് ആ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. രമേശ് ചെന്നിത്തല ആ ജാഥ ഉദ്ഘാടനം ചെയ്യും. മൂവാറ്റുപുഴയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ നയിക്കുന്നത് ബെന്നി ബെഹന്നാൻ MP ആണ്. അത് നാളെയാണ് ഉദ്ഘാടനം ചെയ്യുക. ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ്. അങ്ങനെ 4 മേഖലകളിൽ നിന്നുള്ള ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് പന്തളത്ത് സമാപിക്കുകയാണ്. 17-ാം തീയതി പന്തളത്ത് അതിന് സമാപനം കുറിക്കുകയാണ്. അന്ന് വലിയൊരു സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് അതിന് സമാപനം കുറിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 4 ജാഥകളും വിവിധ മണ്ഡലങ്ങളിലൂടെ കടന്നാണ് ഈ പന്തളത്തേക്ക് എത്തുക. ആ ജാഥയിൽ ഓരോ മണ്ഡലങ്ങളിലും നിരവധി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന വിശ്വാസ സംഗമം, അതിനുവേണ്ടി എന്താണ് കോൺഗ്രസ് ചെയ്യുന്നത്, ഒപ്പം തന്നെ ഈ ശബരിമലയിൽ ഇതുവരെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, 2019 മുതൽ ഇങ്ങോട്ട് ഉള്ള 6 വർഷം കൊണ്ട് ശബരിമലയിലെ സ്വർണം ഏതൊക്കെ രീതിയിൽ നഷ്ടപ്പെട്ടു എന്നതുൾപ്പെടെ വിശ്വാസ സമൂഹത്തെ അല്ലെങ്കിൽ കേരളീയ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇടത് സർക്കാർ എന്താണ് ഈ കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ശബരിമലയോട് ചെയ്തത് എന്നത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരെ ആ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഈ ജാഥകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിന് ആ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിവുള്ള നേതാക്കൾ തന്നെയാണ് ആ ജാഥകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നമുക്കറിയാം, K. മുരളീധരൻ ഇന്ന് കേരളത്തിലെ തന്നെ കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറായിട്ടുള്ള നേതാക്കളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം കാസർഗോഡ് നിന്നും ഒരു ജാഥ നയിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയിൽ നിന്നും മലബാർ മേഖലകളിലൂടെ കടന്നു വരുന്ന ആ ജാഥ, അത് അവിടെയുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ, വിശ്വാസ സമൂഹത്തിനിടയിൽ എങ്ങനെയാണ് ശബരിമലയെ ഈ സർക്കാർ തകർക്കാൻ നോക്കുന്നത് എന്നത് അക്കമിട്ട് നിരത്തിക്കൊണ്ടാകും ഈ K. മുരളീധരന്റെ ജാഥ മുന്നോട്ട് പോവുക. സമാനമായ രീതിയിൽ തന്നെയാണ് പാലക്കാട് നിന്നുള്ള ജാഥ കൊടിക്കുന്നിൽ സുരേഷ് MP. അദ്ദേഹവും ഈ പറയുന്ന പോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഈ ഇരട്ടത്താപ്പ്, ഈ ശബരിമല വിഷയത്തിൽ ഉള്ള ഇരട്ടത്താപ്പ്, 2018 യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ച നടപടികൾ, അവിടെ യുവതികളെ കയറ്റാൻ അവർ സ്വീകരിച്ച നടപടികൾ, പിന്നീട് ഇപ്പോൾ അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്തുകൊണ്ട് അവർ ഇതിൽ നിന്നും മലക്കമറിഞ്ഞിരിക്കുന്ന രീതികൾ എല്ലാം ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP. അടൂർ പ്രകാശ്, അദ്ദേഹം ഇതിനോടകം തന്നെ UDF-ന്റെ കൺവീനർ എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. മുൻപ് കോന്നി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 25 വർഷത്തോളം അവിടെ MLA ആയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നതാണ്. അപ്പോൾ ഈ ശബരിമലയിലെ 30 കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് 98-ൽ വിജയമല്യ അവിടെ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ഉൾപ്പെടെ മേൽക്കൂരയും ഉൾപ്പെടെ എല്ലാം തന്നെ സ്വർണം പൊതിഞ്ഞ്, ഏതാണ്ട് 30 കിലോ സ്വർണം ഉപയോഗിച്ചാണ് സ്വർണം പൊതിഞ്ഞത്. ഇപ്പോൾ അത് കുറഞ്ഞു വന്ന് നാമമാത്രമായ ഗ്രാമിൽ അളവ് പറയാവുന്ന രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു. ധാരാളം സ്വർണമാണ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നത് ഇനിയും
ഈ പറയുന്ന പോലെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വലിയൊരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അത് മാത്രമാണ് ഈ കേരളീയ പൊതുസമൂഹത്തിനുള്ള ഒരു പ്രതീക്ഷ. എന്തായാലും ഈ വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 2 FIR-കളാണ് പോലീസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ FIR-ൽ ഈ പറയുന്ന ശബരിമലയിലെ ഈ ശ്രീകോവിലിന്റെ കട്ടളകളിലെ സ്വർണം കാണാതായ സംഭവത്തിൽ ഇട്ടിരിക്കുന്ന FIR-ൽ 2019 ദേവസ്വം ബോർഡിനെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. 8ാം പ്രതിയായിട്ട് ദേവസ്വം ബോർഡ് എന്ന് ചേർത്തുകൊണ്ടാണ് അവരെ പ്രതി ചേർത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ 3 അംഗങ്ങളാണുള്ളത്. ഒന്ന് ദേവസ്വം ബോർഡ് അധ്യക്ഷനും പിന്നെ മറ്റു 2 അംഗങ്ങളും. അതായത് ദേവസ്വം ബോർഡ് അധ്യക്ഷനും ഒരു അംഗവും CPM-ന്റെ ആളുകളാണ്, CPM നേതാക്കളാണ്. മറ്റൊരു അംഗം എന്ന് പറയുന്നത് CPI-യിൽ നിന്നുള്ള ഒരു അംഗമാണ്. അപ്പോൾ ഇടതുപക്ഷത്തിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, പ്രത്യേകിച്ചും CPM-ന്റെ പത്മകുമാർ ആണെന്ന് 2019 ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടിരുന്നത്. അപ്പോൾ CPM ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അത് വലിയ രീതിയിൽ CPM-നെ പ്രത്യേകിച്ച് LDF-നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക, അതായത് ഈ ശബരിമലയിലെ സ്വർണം കാണാതായ സംഭവത്തിൽ പ്രതിപട്ടികയിലേക്ക് CPM-ന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന നേതാക്കൾ വന്നിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ വിശ്വാസ സംഘവുമായി ബന്ധപ്പെട്ട് അവര് ലക്ഷ്യമിടുന്നത്. ഏത് തരത്തിലാണ് ശബരിമലയെ ഈ LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കൊള്ളയടിച്ചിരിക്കുന്നത് എന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുക, അതുവഴി വിശ്വാസ സമൂഹത്തിന്റെ വ്രണപ്പെട്ട അവരുടെ വിശ്വാസത്തെ അത് ചേർത്ത് പിടിക്കുക, വിശ്വാസ സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ തങ്ങളുണ്ട് എന്ന് തുറന്നു പറയുന്ന ഒരു പരിപാടിയായിട്ട് ഈ കോൺഗ്രസിന്റെ 4 മേഖലകളിൽ നിന്നുള്ള വിശ്വാസ സംരക്ഷണ ജാഥ മാറുകയാണ്.